അപ്പോൾ ഇവിടെ ഒരു ദർശനം നമ്മളത് കഴിഞ്ഞു. കൊട്ടിയൂർ അടുത്ത ഒന്നും കൂടി ഉണ്ട്. നല്ലൊരു മരം കടപുഴകി വീണിട്ടുള്ള ഇവിടുന്ന് അങ്ങോട്ട് കച്ചവടങ്ങളാണ്. 2 കുട്ടികൾ ഇവിടെ ബലൂൺ കൊണ്ട് ഇട്ടുണ്ട്. കാരണം കൊച്ചുകുട്ടികൾക്ക് കുറുക്കുണ്ടാക്കുമ്പോൾ പഞ്ചസാരയ്ക്ക് പകരം പനങ്ങൾക്കണ്ടം വെച്ചാണ് ഉണ്ടാക്കേണ്ടത്. ഈ പനങ്ങൾക്കണ്ടം ഉപയോഗിച്ച് എത്ര നാൾ കുഞ്ഞുങ്ങൾക്ക് കുറുക്ക് കൊടുക്കുന്നു അത്രയും കാലം ആ ഈ പൂവാണ് ഇവിടുത്തെ പ്രത്യേകത. കൊട്ടിയൂരത്തെ ഓടപ്പൂ എന്ന് പറയും. ഇതാ കണ്ടില്ല, ഇതാണ് ഇവിടുത്തെ പ്രത്യേകത. ഓടപ്പൂ ഇഷ്ടം പോലെ പല റേറ്റാണ്. ഞങ്ങൾ വരുമ്പോൾ ആരും ഉണ്ടായിരുന്നില്ല ഇവിടെ. ഇപ്പോൾ ഭയങ്കര തിരക്കായിട്ടുണ്ട്. നല്ല തിരക്കാന്ന്. ഞായറാഴ്ച കൂടെ അല്ലേ. നമ്മുടെ അടുത്ത അമ്പലത്തേക്കാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇവിടെ സൈഡിൽ കൂടെയൊക്കെ കച്ചവടമുണ്ട്. പൂച്ചെടികൾ, മുല്ലപ്പൂ. ആ കാണാണ് അടുത്ത അമ്പലം. സൈഡ് ഫുള്ള് ചെടികളാണ്. അങ്ങനെ രണ്ടാമത്തെ അമ്പലത്തിൻ്റെ ദർശനം കഴിഞ്ഞു. ഇവിടുത്തെ 2 അമ്പലം കഴിഞ്ഞു. അപ്പോൾ നമ്മളെ കൊട്ടിയൂരത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞു. ഇനി നേരെ പറശ്ശിനിക്കടവ് ഇറങ്ങാം, നാട്ടിൽ പോവാം. അത്രേ ഉള്ളൂ.